എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗൗരിമോളുടെ വാശിക്ക് മുമ്പിൽ ആകെ വിഷമിച്ച് നിൽക്കുവാണ് നന്ദ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗൗരിമോൾക്ക് അവളുടെ അച്ഛനെ കാണണമെന്ന ആവശ്യം കൂടി വരുവാണ്. പിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നിർമ്മലൊക്കെ കൂടി ഉണ്ട്. എങ്കിലും ഗൗരിമോളുടെ ആ ആഗ്രഹത്തിന് യാതൊരു മാറ്റവും. ഇതുപോലെ തന്നെയാണ് അവിടെ ഗൗതത്തിൻ്റെ അടുത്ത് നമ്മുടെ നന്ദുക്കുട്ടനെ ഗൗരിക്കുട്ടിയെ പിന്നെയും കാണണം ഭയങ്കര ആഗ്രഹം. ആഗ്രഹം ഗൗതത്തോട് പറയുന്നുണ്ട്. പിന്നെ നന്ദു എന്താഗ്രഹം പറഞ്ഞാലും ആ നിമിഷം സാധിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനാണല്ലോ ഗൗതം. പിന്നീട് ഇതിനിടയ്ക്ക് പിങ്കിയുടെ സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിങ്കിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന, തോളിൽ തട്ടി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ഗൗതത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും നന്ദുക്കുട്ടൻ്റെ ആഗ്രഹപ്രകാരം ഗൗരിയെ കാണാനായിട്ട് ഡോക്ടർ ആൻറ്റിയുടെ വീടൊക്കെ തപ്പിപ്പിടിച്ച് ഗൗതമും നന്ദുക്കുട്ടനോട് വരുവാണ്. വന്നു കഴിയുമ്പോൾ ആദ്യമേ കാണുന്നത് ഗൗരിയാട്ടോ. ഒരുപാട് സന്തോഷമാവും ഗൗരിക്ക്. അന്നേരം ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഓടി മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിൽ പോയി കാര്യങ്ങളൊക്കെ പറയുമ്പം നന്ദുക്കുട്ടൻ്റെ അച്ഛനെ കാണാനുള്ള ആകാംക്ഷയിൽ ഓടി ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത് ദേ നിൽക്കുന്നത് നമ്മുടെ ഗൗതം. ഗൗതത്തിനും ആ കാഴ്ച ഒരു ഷോക്കാണ്. കണ്ണും മിഴിച്ച് നിൽക്കുന്ന നമ്മുടെ ഗൗതത്തെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദ ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും ഗൗതം പറയുന്നുണ്ട്, നന്ദ നീ മരിച്ചു പോയെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നത്തെയും പോലെ തന്നെ എന്തെങ്കിലും ഒരു ശകലം കിട്ടിയാൽ അതിൻ്റെ ബാക്കി എന്താണ് എന്ന് അന്വേഷിക്കാതെ ചാടിത്തുള്ളി പോകുന്ന ഗൗതത്തിൻ്റെ സ്വഭാവം ഇവിടെയും കാണിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത്തിരി ദേഷ്യത്തോടെ നന്ദുവിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഗൗതത്തെ കാണിക്കുന്നുണ്ട്. അന്നേരം ഗൗരിമോള് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ വിഷമത്തോടെ. ഏതായാലും ഗൗതം അവിടുന്ന് പോകുന്നു. പിന്നീട് നമ്മുടെ പിങ്കി കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അവിടേക്ക് വരുന്ന നന്ദയെ കാണിക്കുന്നുണ്ട്. നന്ദയ്ക്ക് ഈ കാഴ്ചകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ആകെ വിഷമിച്ച് തളർന്നിരിക്കുന്ന നന്ദയെ ആശ്വസിപ്പിക്കുന്ന നളിനിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.